ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യഥാർത്ഥ സംഭവമായ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്നത് ദിലീപേട്ട തങ്കമണി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. തങ്കമണി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 38 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഇടുക്കിയിലെ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് ചിത്രം കഥ പറയുന്നത്. ആൾക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു ബസ് തലയിൽ തുടർന്ന് നടന്ന പോലീസ് നരനായിട്ടും ആധാരമാക്കി ഒരുക്കുന്ന ചിത്രം തന്നെയാണ്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ തീരാനവുമായി മാറിയ തങ്കമണി സംഭവത്തെ അടിസ്ഥാനമാക്കി ഒപ്പം ഫിക്ഷനും ചേർത്ത് ഒരുക്കിയ ചിത്രമാണ് തങ്കമണി. ദിലീപിന്റെ കരിയറിൽ നേരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രമായിട്ട് മാറുമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷ. ഉടൻ എന്ന് പറയുന്ന ഹിറ്റ് സിനിമ അണിയിച്ചൊരുക്കി രതീഷ് രഘുനന്ദനാണ് ഈ ഒരു സിനിമയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പെണ്ണിന്റെ പേരുടെ തങ്കമണി, വെന്ത നാടിന്റെ പേരുടെ തങ്കമണി എന്ന ടൈറ്റിൽ ഗാനം ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധേയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സൂപ്പർ ഹിറ്റ് ഫിലിംസിന്റെ ബാനറി, RB ചൗധരി, ഇർഫാൻ മീഡിയയുടെ ബാനറി, റാഫി മദിര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നീത പിള്ള, പ്രണീത സുഭാഷ് എന്നിവരാണ് നായികമാരായിട്ട് എത്തുന്നത്. ചിത്രം കൂടാതെ മലയാളത്തിലെയും തമിഴിലെ ഒരു വൻ താരകനെ ചിത്രത്തിനു വേണ്ടി അണിനിരന്നിട്ടുണ്ട്. അജ്മൽ അമീർ, സുദേവ് നായർ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, കോട്ടയം രമേശ്, മേജർ രവി, സന്തോഷ് കീഴാറ്റൂർ, അസീസ് നെടുമ്പങ്ങാട്, തൊമ്മൻ മങ്കുവ, ജിമിൻ ജി, അരുൺ ശങ്കരൻ, മാളവിക മേനോൻ തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. എന്നൊക്കെയാണ് ചിത്രം മലയാള സിനിമയ്ക്ക് അടയാളപ്പെടുത്താവുന്ന ഒരു നാഴികക്കലായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഹിറ്റായിട്ട് മാറിയതുപോലെ തന്നെ തങ്കമണി എന്ന് പറയുന്ന സിനിമയെ തങ്കമണി സംഭവം വലിയൊരു വിജയമായിട്ട് മാറട്ടെ. അന്നത്തെ മന്ത്രിസഭയെ വരെ താഴെയുടെ ആസ്പദമാക്കി ഒരുക്കിയ സംഭവമായിരുന്നു തങ്കമണി സംഭവം. ആ ഒരു സിനിമ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അപ്പം നിങ്ങൾ എത്ര പേരാണ് നാളെ തങ്കമണി എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.